ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പേഴ്സൺ ഫേസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ ചാപ്റ്റർ 9 ഷോർട്ട് നോട്ട്സിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് അബ്രിവേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 9 അത് വരുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഷോർട്ട് നോട്ട്സ്. പിന്നെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. അത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൂടി നമ്മളിവിടെ പറയുന്നു. 10 ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം 32ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരുന്നു, ആൻസറും. ഇതിൽ ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടെത്തുന്നതാണ്. ജസ്റ്റ് നമ്മളൊന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഞാനത് വെറുതെ ഒന്ന് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ, ദയവായി ക്ഷമിക്കണം. ഇത്ര വരെയാണ് നമ്മൾ പറഞ്ഞത്. 32 വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 32 മുതൽ നമ്മൾ ഈ വീഡിയോയിൽ തുടങ്ങിയാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് ക്യാമറയുടെ. നമുക്ക് എന്തായാലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം ദയവ് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ പറ്റാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ടൈം കുറവായതുകൊണ്ട് തന്നെ എക്സ്പ്ലനേഷൻ നമ്മൾ കുറച്ചിട്ടുണ്ട്. എന്നാലും അത്യാവശ്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്വസ്റ്റ്യൻ ബാങ്കില് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയില് ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ വീഡിയോയിലും ക്യാമറയുടെ ക്ലാരിറ്റി പോകുന്നുള്ള അറിയില്ല. എന്തായാലും അങ്ങനെ പോണ ഒരവസ്ഥ വരണമെങ്കിൽ നമ്മൾ എന്തായാലും അതേക്കുറിച്ച് പറയും. അപ്പൊ നമുക്ക് പറയാം. 32 ക്വസ്റ്റ്യൻ ബാങ്കിൽ 32 ക്വസ്റ്റ്യൻ. എ സ്റ്റേബിൾ പോപ്പുലേഷൻ വുഡ് റിമെയിൻ സ്റ്റേബിൾ ഇഫ് എ the birth rate increased as the death rate decreased, b immigration rates and the death rates increased equally, c births and immigration increased by the same number of organisms, d birth and deaths increased by the same number of organisms. Answer D, birth and deaths increased by the same number of organisms.
ഇനി അടുത്ത 33. A temperature inversion occurs when a high level of sunshine burn off a low fog. B. Regions experience high winds and intense sunshine. C. The air near the ground is cooler than the air at higher altitudes. D. The air near the ground is warmer than the air at higher altitudes. Answer C. The air near the ground is cooler than the air at higher altitudes. 34. A well-trained health worker is appointed to provide assistance to a village in India that suffers greatly from typhoid fever. The best long-term solution to reduce the cases of this disease in this village is to A. Encourage people to always wash their hands using antibacterial soap. B. Clearly separate their sewage to avoid contamination with the water supplies. C. Teach the people to cover their coughs and sneezes to avoid disease transmission. D. Increase the amount of vitamin C and E in the diet of these villages. ഈ സീന്ന് ഞാൻ നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ തെറ്റി ടിക്ക് ചെയ്താണ്. ശരിക്കും സി അല്ല ആൻസർ, നമ്മൾ തെറ്റി ടിക്ക് ചെയ്താണ്. എന്നിട്ട് പിന്നെ അത് നമ്മൾ തിരിച്ചത് വെട്ടിക്കളയുകയും ചെയ്തു. ഇതിൽ ആൻസർ വരുന്നത് ബി ആണ്. അത് നമുക്ക് വായിക്കാം. ഞാൻ അടയാളപ്പെടുത്തിയത് തെറ്റു വന്നതാണ്, സോറി. നിങ്ങൾ തെറ്റിദ്ധരിക്കും ചിലപ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ആൻസർ ബി ആണ് വരുന്നത്. ക്ലിയർലി സെപ്പറേറ്റ് ദെയർ sewage to avoid contamination with water supplies. Answer B. Clearly separate their sewage to avoid contamination with water supplies. 35. About 10% of a large forest in a remote district of Chhattisgarh experienced a severe fire that burned all but the largest trees. Soon after the fire, the forest authorities consulted biologists to ask what would be done to the burned region. The biologist explained that if the land owner does nothing, A. Rainfall will likely lead to a severe erosion problem. B. The same region will soon be expected to catch on fire again. C. The region will naturally recover and eventually become forest again. D. The opening will likely be repopulated with invasive species not native to the region. Answer C. The region will naturally recover and eventually become forest again. 36 ആണ് പറയുന്നത്. 36. About 100 meters downstream of a sewage discharge outlet, we would expect to find a cloudy water, low levels of oxygen and few, if any, fish. B. Cloudy water, high levels of oxygen and abundant fish. C. Clear water, low levels of oxygen and few, if any, fish. D. Clear water, high levels of oxygen and abundant fish. Answer A. Cloudy water, low levels of oxygen and few, if any, fish. 37. About 150 years ago, agriculture underwent a revaluation due to A. Genetic engineering of new crops. B. The development of new herbicides and pesticides. C. Changes in agriculture technology. D. New markets that emerged from increased international trade. Answer B. The development of new herbicides and pesticides. 38. About 150 years ago, self-sufficiency in the production of food no longer become restricted to countries because of A. The global decline in droughts.
blights or wars. B. The industrial revaluation. C. The green revaluation. D. Biotechnology. Answer C. The green revaluation. 39. About 40% of the land's primary production on Earth A. has been appropriated to meet human needs. B. have been destroyed by global climate change. C. uses more oxygen than it produces. D. has been lost just to build enough homes for all of the people on Earth. Answer A. has been appropriated to meet human needs. 40. About 100 years ago, cities began to address the problems of sewage disposal by dumping sewage into storm water drainage systems. One of the results of this strategy was that cities no longer needed to treat drinking water that was drawn from nearby river systems. B. The quality of the water in the local rivers and streams greatly improved. C. People living upriver of the cities were more likely to experience contamination of their drinking water sources. D. People living downriver of the cities were more likely to experience contamination of their drinking water sources. Answer D. People living downriver of the cities were more likely to experience contamination of their drinking water sources. 41. Fanta കാര്യത്തിൽ പേജ് മറഞ്ഞു പോയത്. 41. According to public health officials, which of the following may be caused by water pollutants? A. Skin rashes. B. Miscarriages and birth defects. C. Nervous disorders. D. All of the above. Answer D. All of the above. Answer D. All of the above. 42. According to the WHO, the greatest killer in the world is A. infectious disease. B. Cancer. C. heart disease. D. Poverty. Answer D. Poverty. Answer D. Poverty. 43. Acid rain concentrated in the eastern portions of the United States is primarily the result of A. nuclear power plants in the region. B. coal burning power plants in the Midwest. C. coal burning power plants in northeastern Canada. D. offshore oil drilling rigs along the east coast of the United States. Answer B. coal burning power plants in the Midwest. 44. Adding fertilizer to most aquatic systems results in A. increased growth of phytoplankton and hypoxic conditions. A. increased growth of phytoplankton and hypoxic conditions. B. increased growth of phytoplankton and hypoxic conditions. C. decreased growth of phytoplankton and hypoxic conditions. D. decreased growth of phytoplankton and hypoxic conditions. D. decreased growth of phytoplankton and hypoxic conditions. Answer A. increased growth of phytoplankton and hypoxic conditions. Answer A. increased growth of phytoplankton and hypoxic conditions. 45. Additional increases in ocean levels beyond those already expected may be most affected by A. increased evaporation of the oceans. B. greater than expected melting of polar ice. C. greater than expected melting of ice sheets on Greenland and Antarctica. D. the formation of additional glaciers in regions where temperatures will decline. Answer C. greater than expected melting of ice sheets on Greenland and Antarctica. 46. Agenda 21 refers to a Earth summits at Rio
Rio de Janeiro. B. Montreal Protocol. C. Stockholm Conference. Sorry, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞു പോയാണ്. നമ്മൾ ഒരിക്കൽ കൂടി പറയാണ്. 46. Agenda 21 refers to A. Earth Summits at Rio de Janeiro. B. Montreal Protocol. C. Stockholm Conference. D. None of the above. Answer A. Earth Summits at Rio de Janeiro. 47. Agriculture fields that must be irrigated to sustain a crop will eventually A. Become saturated with water. B. Lose most of their minerals and salts. C. Accumulate toxic levels of salts from evaporation. D. Accumulate toxic levels of organic compounds. Answer C. Accumulate toxic levels of salts from evaporation. 48. Air pollutants most often lead to human health problems of the A. Circulatory and respiratory systems. B. Circulatory and digestive systems. C. Integumentary and muscular systems. D. Muscular and skeletal systems. Spelling mistake ദയവായി ക്ഷമിക്കണം. Answer A. Circulatory and respiratory systems. അടുത്തത് 49. Air pollution in a heavily industrialized region would be reduced and the air would be healthier if that region A. Received less rain. B. Received less sunshine. C. Were next to an ocean. D. Used more coal to generate electricity. Answer C. Were next to an ocean. 50. Alien species that cause the most harm are those that A. struggle to fit into new ecosystems and eventually die out. B. Eventually become naturalized. C. Become invasive. D. Become agriculture products. Answer C. Become invasive. 51. Almost all of the threats to biodiversity represented by the acronym HIPPO are related to the A. Overpopulation of the world by humans. B. Overuse of pesticides and herbicides. C. Introduction of exotic species to new parts of the world. D. Reliance upon fossil fuels to power human societies. Answer A. Overpopulation of the world by humans. 52. Although considerable variation exists around the world, global primary energy supply demands on ഒരിക്കൽ കൂടി വായിക്കാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. 52. Although considerable variation exists around the world, global primary energy supply depends on A. Fossil fuels with oil first, coal second, and natural gas third. B. Fossil fuels with coal first, oil second, and natural gas third. C. Renewable sources of energy with wind power first, nuclear second, and hydroelectricity third. D. Renewable source of energy with nuclear first, wind power second, and hydroelectricity third. Answer A. Fossil fuels with oil first, coal second, and natural gas third. 53. Although the green revolution has greatly reduced world hunger and malnutrition, it has A. doubled the amount of land used to raise crops. B. not significantly increased the productivity of modern agriculture. C.
Required high levels of fertilizer and pesticides. D. Contributed significantly to the destruction of the ozone layer. Answer C. Required high levels of fertilizer and pesticides. 54. Although the use of wastewater influents for irrigation can be very beneficial, it is essential that the influents are A. Treated and free of pathogens. B. Mixed in with large amounts of phosphorus. C. Mixed in with large amounts of calcium carbonate. D. Not used in regions contacted by humans. Answer A. Treated and free of pathogens. 55. Although unusually high extinction rates may be A. Declining because of overestimates of some groups in some ecosystems. B. Declining because fewer species are becoming threatened worldwide. C. Even higher because of the loss of tropical forest. D. Even higher because of intense predation in many grassland ecosystems. Answer C. Even higher because of the loss of tropical forest. 56. Anaerobic conditions will most likely be generated in a natural water system with A. High levels of DO that is contaminated by pollutants with high BOD values. B. Low levels of DO that is contaminated by pollutants with high BOD values. C. High levels of DO that is contaminated by pollutants with low BOD values. D. Low levels of DO that is contaminated by pollutants with low BOD values. Answer B. Low levels of DO that is contaminated by pollutants with high BOD values. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കണം പറയുന്നതിലൊക്കെ. 57. Anaerobic respiration. A. Occurs without oxygen and may produce methane gas. B. Is a type of photosynthesis that does not require carbon dioxide. C. Typically results in increased biomass. D. Requires oxygen to break down glucose and other plant sugars. Answer A. Occurs without oxygen and may produce methane gas. 58. Approximately a percentage of the stored energy of an organism at one level of a food web is transferred to the tissue of the organism that consumes it at the next levels of the food web. A. 50. B. 100. C. 25. D. 10. Answer D. 10. 59. Around the world, the greatest health risk to children under the age of 5 is A. Infectious disease. B. Lack of immunizations. C. Being underweight. D. The loss of both parents. Answer C. Being underweight. 60. Arriving at the hotel on vacation, a man decided to go straight to the swimming pool. Upon stepping into the pool area, he quickly found it difficult to breathe because of the high levels of chlorine in the air above the pool. This man is experiencing a lethal reaction to the chlorine in the air. B. A chronic reaction to the chlorine in the air. C. An acute reaction to the chlorine in the air. D. A carcinogenic reaction to the chlorine in the air. Spelling mistake ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. Answer C. An acute reaction to the chlorine in the air. Answer C. An acute reaction to the chlorine in the air. ഇനി അടുത്തത് 61. As a result of the lessons learned from the 1984 Bhopal, India disaster, the 1986 EPCRA requires A. All companies handling toxic wastes to be located at
at least 1 mile from any city border. B. Emergency response teams in every company that makes a product in the United States. C. Companies that handle more than 5 tons of hazardous materials to provide detailed information to local emergency planning committees. C. Companies that handle more than 5 tons of hazardous materials to provide detailed information to local emergency planning committees. D. All of the responses are correct. ഇതൊരിക്കൽ കൂടി വായിക്കാണ്. 61. As a result of the lessons learned from the 1984 Bhopal, India disaster, the 1986 EPCR requires all companies handling toxic wastes to be located at least 1 mile from any city border. B. Emergency response teams in every company that makes a product in the United States. C. Companies that handle more than 5 tons of hazardous materials to provide detailed information to local emergency planning committees. D. All of the responses are correct. Answer C. Companies that handle more than 5 tons of hazardous materials to provide detailed information to local emergency planning committees. 62. As cities in India grow, they are finding that the increased water demands are best addressed by A. Building more reservoirs, B. Drilling more wells, C. Building desalination plants, D. Conservation measures. Answer D. Conservation measures. 63. As climate change continues, we expect that the countries with the largest coastlines will experience the greatest impacts. B. Greatest resources will experience the greatest impacts. C. Fewest resources will experience the greatest impacts. D. Fewest resources will experience the lowest impacts. Answer C. Fewest resources will experience the greatest impacts. 64. As demonstrated during the high oil prices of 2008, when gasoline prices skyrocket, hybrid vehicle sales. A. Decrease and more people use public transportation. B. Increase and fewer people use public transportation. C. Decrease and favor people use public transportation. D. Increase and more people use public transportation. Answer D. Increase and more people use public transportation. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ചില സ്ഥലത്ത് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കാര്യമായിട്ട് തന്നെ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. ചിലത് നമ്മൾ അങ്ങനെ അങ്ങ് വായിച്ചു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. ഇത് ആൻസർ ഡി. Increase and more people use public transportation. 65. As global climate change warms certain mountain ranges, the temperature optima for the insect species living on the mountain is causing these insects to A. Move higher up the mountain, B. Move down the mountain, C. Move to a new biome, D. Become paralytic. Answer A. Move higher up the mountain. 66. As global populations increase demands for water and global warming continues, the most sustainable source of water for poor developing countries are A. Groundwater aquifers, B. Dams to capture runoff water, C. Estuaries, D. Desalination plants. The desalination plants. Answer B. Dams to capture runoff water. 67. As successional changes occur in an ecosystem, new species take advantage of new conditions.
Where do these new species come from? A. They evolve from other species in the immediate region. B. They come from uh, B. They come from surrounding ecosystems in other stages of succession. C. They are planted by forest rangers managing these forest ecosystems. D. The seeds of the new species are carried in by large streams and rivers. Answer B. They come from surrounding ecosystems in other stages of succession. 68 ആണ് പറയാനുള്ളത്. 68. As the world population increases, the best hope for humans and our planet is A. The recognition that fossil fuels are necessary to sustain the health of ecosystems. B. The production of fresh water from ocean water to properly irrigate regions currently too dry to raise crops. C. A new stewardship aimed at sustainable management of the earth resources. D. Better science to learn how to bioengineer crops to increase yields on currently cultivated land. Answer C. A new stewardship aimed at sustainable management of the earth resources. 69. As world populations increase, the greatest increase in water demands will occur in the developing world. B. Water demands will nearly double in the developing world. C. Irrigation demands for water will nearly double. D. All of the above are true. D. All of the above are true. D. All of the above are true. 70. As you sail in your boat, passing the alligators, turtles, and tall marsh grasses on your journey through a forest, this magnificent ecosystem is one of the most famous example of A. An estuary, B. A lake, C. A wetland, D. A freshwater stream. Answer C. A wetland. 71. At the current rates of use, the United States has enough coal to last the next A. 20 years, B. 40 years, C. 100 years, D. 230 years. Answer D. 230 years. 72. Atmospheric nitrogen is converted to nitrogen oxides. A. When fossil fuels are burned at high combustion temperatures. B. If the sun is shining brightly and there is a temperature inversion. C. On cloudy days when carbon and soot levels are unusually high. D. If radon gas is present when gasoline is burned in automobiles. Answer A. When fossil fuels are burned at high combustion temperatures. 73. Because of biomagnification, the most toxic organisms in any ecosystem will be the A. producers, B. primary consumers, C. secondary consumers, D. soils. Answer C. secondary consumers. 74. Because of catalytic converters on the exhaust systems of automobiles, you breathe the air with lower levels of carbon monoxide and nitrogen oxides. B. carbon dioxide and nitrogen. C. carbon monoxide and carbon dioxide. D. carbon dioxide and nitrogen oxides. Answer A. carbon monoxide and nitrogen oxides. Answer A. carbon monoxide and nitrogen oxides. 75. Because of the challenges associated with removing oil from the ground. A. The first oil removed from a well is the most expensive to extract. B. Primary recovery of oil is more expensive than the secondary recovery. C. Enhanced recovery of oil is more expensive than secondary recovery.
D. Only about 60% of the oil in a well can be removed by just pumping. Answer C. Enhanced recovery of oil is more expensive than secondary recovery. 76. Because of the main way that hybrid vehicles save fuel, hybrid electric vehicles A. must be plugged into power outlets at night or when parked for long periods. B. must have their batteries changed about every 15,000 miles. C. often have better mileage in cities than on highways. D. cannot be produced with four-wheel drive powertrains. Answer C. often have better mileage in cities than on highways. 77. Biodiversity hotspots are also known as A. evergreen forest tropic region. B. biologically rich areas with a large percentage in endemic species. C. desert areas. D. all of the above. Answer D. all of the above. Answer D. all of the above. 78. Biodiversity in the world is A. declining and is most negatively impacting the poorest people of the world. B. declining and is most negatively impacting the wealthiest people of the world. C. increasing but is negatively impacting the poorest people of the world. D. increasing but is negatively impacting the wealthiest people of the world. D. increasing but is negatively impacting the wealthiest people of the world. Answer A. declining and is most negatively impacting the poorest people of the world. Answer A. declining and is most negatively impacting the poorest people of the world. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി എന്താ പറയാ ചില സ്ഥലത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്, അപ്പൊ ദയവേത് ക്ഷമിക്കാം. 79. Biodiversity is important because A. it is necessary to maintain ecosystems. B. humans can use new sources of food. C. without certain species photosynthesis may not be possible. D. certain species are necessary to provide oxygen in the atmosphere. Answer A. it is necessary to maintain ecosystems. 80. Biological nutrient removal ultimately converts most of the organic materials in wastewater into A. oxygen, ammonia and carbon dioxide. B. nitrogen, water and carbon dioxide. C. sugars, vitamins and minerals. D. proteins and carbohydrates. Answer B. nitrogen, water and carbon dioxide. Answer B. nitrogen, water and carbon dioxide. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ജസ്റ്റ് വെറുതെ നമ്മള് വീഡിയോയിൽ നമ്മളൊന്ന് എന്താ പറയാ വെറുതെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് നോക്കി പോണെന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇത് മനസ്സിലാവണമെന്നില്ല നമ്മൾ കാണിക്കുന്നത് വീഡിയോയിൽ ചെയ്തു പോകുന്നത്. ഇതൊന്നാമത്തെ കാര്യം നമുക്ക് ടോപ്പിക്കായിട്ട് പറയാൻ സാധിക്കില്ലല്ലോ, ഇത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ വീഡിയോയില് ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുമല്ലോ, അത്ര നമ്മൾ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നുള്ളൂ.
അപ്പൊ ഇത്രയൊക്കെ നമുക്ക് നമ്മൾ ഇനി ഒരുപാടുണ്ട്. നമ്മൾ 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1020 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കത് അടുത്ത വീഡിയോയിലൊക്കെ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും ക്യാമറയുടെ ക്ലാരിറ്റി കുറവിനും അതിന് നിങ്ങൾ ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. ചില ഭാഗങ്ങളിൽ ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ട്, എന്നാലും ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അതും കൂടി നമ്മൾ എടുത്തു പറയണ്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ക്ലാസ് എടുത്തു പോയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്നാലും നമുക്ക് പറയാനുള്ളൊരു കടമയുണ്ട്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോയാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ എടുത്തു പറയണ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ കമന്റും കാര്യമൊക്കെ വരിക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അത് മിക്ക വീഡിയോയിലും പറയാനുള്ള കാര്യം തന്നെയാണ്. അപ്പൊ കമന്റ്സും കാര്യമൊക്കെ വരും. ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് നമ്മൾ പറഞ്ഞു പോയേക്കണ നമ്മുടെ തെറ്റ് തന്നെയാണ്. അത് നമ്മൾ തെറ്റായ രീതിയിൽ പറഞ്ഞു പോകുന്നത് നമ്മൾ അറിഞ്ഞു പറയുന്നതല്ല, അറിയാതെ സംഭവിച്ചു പോകുന്നത് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോ. അപ്പൊ നമുക്കത് വീഡിയോയിൽ നമുക്കത് പ്രത്യേകം എടുത്ത് നിങ്ങളോട് പറയാനേ സാധിക്കുള്ളൂ, പ്രാധാന്യം എടുത്ത് പറയാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനാവില്ലല്ലോ. അപ്പൊ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ദയവേത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു അതിനും കൂടി വേണ്ടി. കാരണം എന്താ വെച്ചാൽ കോൺസെൻട്രേഷനെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം രണ്ട് വീഡിയോയും ഭയങ്കര രണ്ടറ്റത്ത് തന്നെ നിൽക്കുന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതും ദയവേതിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വേറെ നിവർത്തിയൊന്നുമില്ല. പിന്നെ എഡിറ്റിംഗ് പഠിക്കാന്നുള്ളൊരു താല്പര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എഫക്ട്സ് ഒക്കെ വെച്ച് സോങ്സ് ഒക്കെ മിക്സ് ചെയ്തായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്. ഇത്രയ്ക്ക് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ CCTക്ക് വേണ്ടി നന്നായിട്ട് താല്പര്യപ്പെട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കാം, മനസ്സ് ഫ്രഷ് ആകുമ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വീഡിയോസ് എന്തൊക്കെ തന്നെയും അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മുടേതായ സ്റ്റൈലിലുള്ള വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് അല്ല നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ ക്ഷമ ചോദിച്ചൊക്കെ നമ്മൾ അവസാനിപ്പിക്കാറുണ്ട് വീഡിയോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം, നമ്മുടേതായ സ്റ്റൈലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയാണ് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം. കാരണം വെച്ചാല് ഇപ്പൊ നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ബേസ് ചെയ്ത് പറഞ്ഞാലും ഒക്കെ തെറ്റുകളൊക്കെ നല്ലപോലെ സംഭവിച്ചിട്ടുണ്ട് മിക്ക വീഡിയോസിലും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ സ്പീഡ് കൂടുതലുള്ള അവസ്ഥ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയാ ക്യാമറയുടെ ക്ലാരിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്ത് എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ഞാൻ പറയാൻ മറന്നുപോയതാണ്, അത് പ്രധാനപ്പെട്ട കാര്യമാണത്. വീഡിയോ അവസാനിപ്പിക്കാൻ പോയതാണ്, ഇപ്പോഴാണ് ഓർത്തത്. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചെന്ന് വെച്ചാൽ നമുക്കത് നേരിട്ട് പറയാൻ ടൈമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഭാഗത്ത് അതും കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കുക ദയവേത്. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മൾ ഈ വീഡിയോ രാത്രിയാണ് എടുക്കുന്നത്. അപ്പൊ ഇതും നിങ്ങൾക്ക് CSCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ വീഡിയോ ഉപകരിക്കും എന്നും കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.